ഒന്നും വായ വയ്ക്കാൻ കൊള്ളുന്നില്ല. ഒരു എണ്ണ തിളപ്പിച്ചിട്ടേ എന്ത് കയ്യിൽ കിട്ടിയാലും ഇങ്ങനെ ഇടുന്നൊരു കുക്കിംഗ്. വേറൊരു വലിയൊരു കുക്കിന്റെ വീഡിയോ ഇപ്പൊ യൂട്യൂബില് ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ. ആ കുക്ക് അവസ്ഥ കൊണ്ട് കുക്ക് ചെയ്ത് ജോലി കിട്ടി. ഒരു ദിവസം രാവിലെ അമ്മയ്ക്ക് അറിയോ ഒരു കാര്യം അറിയോ, അമ്മ ഇത് ഫോൺ എടുക്കാത്ത. ഞാൻ എന്താ കാര്യം? വെളിച്ചെണ്ണയ്ക്ക് എന്താ വില അമ്മ? അവളുടെ ബർത്ത്ഡേക്ക് എന്താ ഗിഫ്റ്റ് വേണ്ടത് ചോദിച്ചപ്പോഴേ 1 ലിറ്റർ വെളിച്ചെണ്ണ. അതൊരു പൊട്ടതൈര് എന്നൊക്കെ പറയില്ലേ, അതായിരിക്കാം എന്ന് വെച്ചാല്. അല്ലാണ്ട് ഒരു എന്തായാലും എന്താ രാജകുമാരനെ കിട്ടിയത്. അയ്യോ ഇതൊക്കെ കേൾക്കണ്ടല്ലോ. നമ്മൾ ആദ്യകാലങ്ങളില് നമ്മള് ഗോൾഡ് കൊടുത്തു തുടങ്ങിയ എല്ലാ ഭർത്താക്കന്മാരും ശ്രദ്ധിക്കാണ് തുടങ്ങിയ പിന്നെ അത് ഗോൾഡ് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. ഈ പറഞ്ഞ പോലെ ഒന്നും ചിന്തിച്ചിട്ടില്ല കേട്ടോ ശരിക്കും പറഞ്ഞല്ലേ, അല്ലേ? അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. ശരിക്കറിയാം നീ പാലക്കാട് സെറ്റിൽ ആവും. ആണോ? അറിയായിരുന്നു, എല്ലാം മുൻകൂട്ടി കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ ഞാൻ വിളിച്ചത്. നിന്റെ സിനിമ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു നിന്നെ ഇവിടെ കൊണ്ടുവന്നു. നീ എന്താണ് പാലക്കാട് ഇങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്ക് ഫുൾ ഇൻഡസ്ട്രിയിൽ എന്തായിരിക്കും അപ്പൊ ചർച്ചയൊക്കെ? ഇൻഡസ്ട്രിയിൽ ഭയങ്കര എന്നെ പ്രാഗിയിട്ടുണ്ടാവും. ഞാൻ ചതിച്ചിട്ടില്ല, ഞാൻ ചീറ്റ് ചെയ്തിട്ടില്ല. വീട് ആദ്യമേ ഷൂട്ടിങ്ങിന് മുമ്പ് ഞാൻ കാണിച്ചു കൊടുത്തു. അതൊക്കെ ഇന്ന് ഞങ്ങൾ മിസ് ചെയ്യും ആ വീട്. ആ വീടും ആ ഇതൊക്കെ നമുക്ക് ഭയങ്കര മിസ്സിംഗ്. ഏറ്റവും ഹാപ്പിനെസ് ആ വീട്ടിലായിരുന്നു. ഇപ്പൊ പുതിയൊരു ഐഡിയ, എനിക്ക് എന്തോ മറവിയുള്ള പോലെ രണ്ടുപേരും കൂടെ ഈ ടീഷർട്ട് അച്ഛൻ തന്ന ഓർമ്മയില്ലേ? അപ്പൊ ഞാൻ വിചാരിച്ചേ ഞാൻ ഇപ്പൊ തന്ന അപ്പൊ അച്ഛൻ തന്ന സത്യമായിട്ടും അച്ഛൻ എനിക്ക് ഇതും കൂടെ തന്നാണ്. മറന്നുപോയോ? പിന്നെ കൺഫ്യൂസ് ചെയ്യിച്ചളായി. അപ്പൊ ഞാനിപ്പോ ആ കൂടെ ടെൻഷൻ. ഞാനിപ്പോ മക്കൾക്ക് വേണ്ടി CCTV വെക്കുന്ന ആദ്യത്തെ അച്ഛൻ ഞാൻ. ഷാർട്ടിന് എങ്ങനെയാന്ന് വെച്ചാൽ നിന്നിപ്പിൽ മാറ്റി പറയും. Make every wedding unforgettable. Joya Lucas, world's favorite jeweler. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. Oxygen, the smartphone expert. വെൽക്കം ടു മൂവി വേൾഡ്. ഇറ്റ്സ് മീ നൂർജഹാൻ. ആൻഡ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു ബ്യൂട്ടിഫുൾ കപ്പിളാണ്, ഷാജി ചേട്ടൻ ആൻഡ് ചാന്ദിനി ചേച്ചി. വെൽക്കം. അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ വന്നിരിക്കുകയാണ്. വന്നപ്പോൾ തന്നെ ഞാൻ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളുകളാണല്ലോ. എന്താ പബ്ലിക്കിന് ട്രോൾ ചെയ്യാൻ അവസരം കൊടുക്കില്ല, ഞങ്ങൾ തന്നെ മാക്സിമം. ആദ്യം തന്നെ തുടങ്ങിയത് മറ്റേ ഫോണിന്റെ കഥ പറഞ്ഞിട്ടാണല്ലോ. അതെനിക്ക് എപ്പോഴും കിട്ടണ പറയാ. എത്ര ഫോണാ ചേച്ചി? ചേച്ചിക്ക് ഒരു ഫോണ് ചീത്തയായാല് പിന്നെ വേറെ ഫോൺ അത് കൊടുക്കില്ല, അവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ അതിൽ കുറെ ഡാറ്റ ഉണ്ടാവും. അടുത്ത ഫോൺ മേടിക്കും. ഇതിൽ മുഴുവൻ ഡാറ്റയും മറ്റേലേക്ക് ആഡ് ആയോ എന്നൊരു സംശയം വരും. അപ്പോൾ ആ ഫോണും സേഫ് സൈഡ് അതും വയ്ക്കും. അങ്ങനെ 4 ഫോണുകളുണ്ട്. ഈ 4 ഫോണുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 നമ്മൾ വിചാരിക്കും അത്രയും ബിസി ആയിട്ടുള്ള ബിസിനസ് എന്തോ ഡീലുണ്ടെന്ന് വിചാരിക്കും. അങ്ങനെ ഒന്നുമില്ല. ഈ 4 ഫോണുകൾ എന്താ വെച്ചാൽ ഒരു ഫോണ് മിസ്സാകുമ്പോൾ അടുത്ത ഫോണിൽ വിളിക്കുക, ആ ഫോൺ മിസ്സാകുമ്പോൾ അടുത്ത ഫോണിൽ വിളിക്കുക. ഈ 4 ഫോണും ഇതായിട്ട് പോലും എന്നോട് പറയാം എൻ്റെ ഫോണിലേക്ക് ഒന്ന് വിളിക്കുക. ശരിക്കും ചേച്ചി കളി കേൾക്കുക. 4 ഫോണിന് 4ൻ്റെതായിട്ടുള്ള യൂസ് ഇല്ലേ? പിന്നെ എനിക്ക് ഡാൻസിന്റെ ഒരുപാട് ആവശ്യങ്ങൾക്ക് സ്റ്റോറേജ് ഫുള്ളാവും. അപ്പോൾ അങ്ങനെയാണ് ഒരു ക്ലാസ്സിലേക്ക് ഒരു ഫോണ്, പിന്നെ എൻ്റെ പേഴ്സണൽ യൂസിനൊരു ഫോണ്, പിന്നെ എനിക്കൊരു ഫോണ്. അല്ല അങ്ങനെ വന്നതാണ് പോലും. അപ്പോൾ മെയിനായിട്ട് ഡാൻസിന്റെ പർപ്പസിനാണ്. ഒന്നും ഉണ്ടാവില്ല, എവിടെയെങ്കിലും വെച്ചിട്ട് പോകാന്നേ ഉള്ളൂ. ഇതൊക്കെ എവിടെയെങ്കിലും വെച്ച് മറന്നു പോയിട്ട് വരാറുണ്ടോ? അല്ല, ഫോൺ മറക്കല്ല. എനിക്കെന്ത് സംബന്ധിച്ച് ഞാൻ ഒരുപാട് ഫോൺ ഇത്രയും ഫോണിലാണ് ഫോൺ അഡിക്ഷൻ ഉണ്ടോ വെച്ചാൽ ഇല്ല. ഞാൻ ഫോൺ യൂസ് ചെയ്യുന്ന ആളല്ല. വാട്സാപ്പോ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഇതിലൊന്നും ഇങ്ങനെ ഇരിക്കുന്ന ആളൊന്നുമല്ല. പക്ഷെ എനിക്ക് എൻ്റെ ക്ലാസ് സമയത്തും കുട്ടികൾക്ക് കോൾ വിളിക്കാനും എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അല്ലാണ്ട് ഇത് കഴിഞ്ഞാൽ ഈ ഫോണിനോടത്തേക്ക് നോക്കുക. അതുകൊണ്ട് ക്ലാസ്സിന് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഫോൺ ഏതെങ്കിലും ഭാഗത്തായിരിക്കും. മനസ്സിലായി. ക്ലാസ് സമയത്താകുമ്പോൾ ഫോണെല്ലാം എൻ്റെ കയ്യിലുണ്ടാവും. കാരണം ആരും വിളിച്ചൊക്കെ എടുക്കാൻ ആ സമയത്ത് ഉണ്ടാവും. പിന്നെ ചോദിക്കുമ്പോഴാണ് ഈ ഫോൺ എവിടെയാവും. അഡിക്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇതൊക്കെ മറന്നു പോകുന്നത് ശരിക്കും പറഞ്ഞാൽ. ഒരു ഫോൺ മറക്കാം, ഇപ്പോഴും 3 കിട്ടിയിട്ടുള്ളൂ. അടുക്കളയിൽ എവിടെയെങ്കിലും കാണും. ഈ ഫോൺ ഒരു ഫോൺ മാത്രമല്ല, ചേട്ടൻ എങ്ങനെ അഡിക്ഷൻ ഉണ്ടോ? എന്താ എനിക്ക് ഒന്നല്ലേ ഉള്ളൂ. ഫോൺ മാത്രം അഡിക്ഷൻ. ആ ഒന്നിനോട് അങ്ങ് ആത്മാർത്ഥതയാ. നമ്മളിപ്പോ ഒരുപാട് ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് അതിനോട് ഒരു ഇഷ്ടം ഉണ്ടാവില്ല. ഒരെണ്ണം ആകുമ്പോ എനിക്ക് ഒരു ഫോൺ, പിന്നെ ആ ഒരു ഫോൺ എടുത്തിട്ടിരിക്കുക. ചേച്ചി ഏറ്റവും കൂടുതൽ വൈഫുമാര് ഇങ്ങനെ കംപ്ലൈന്റ് ചെയ്തത് അവരുടെ ഹസ്ബൻഡ് ബാത്റൂമിൽ ഫോൺ കൊണ്ടുപോയി മണിക്കൂറുകളോളം ഇരിക്കുന്നതാ. ഇത് എവിടെ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് ഈ ഫോണും കൊണ്ട്? ബാത്റൂമിലില്ല.
ബാക്കി എല്ലായിടത്തും ഉണ്ട്. ബാത്റൂമിലില്ല. ബാത്റൂമിലെ റെസ്റ്റ് ഉള്ളൂ. റെസ്റ്റ് ഉള്ളൂ. അല്ല അങ്ങനെയല്ല കേട്ടോ, എന്ന് വെച്ചാൽ കൂടുതലും ഈ പറയുന്ന എൻഗേജ്ഡ് ആയിരിക്കുന്ന സമയങ്ങളില്ല, നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഒന്ന് ടി വി കാണുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ള ടി വി കാണാറില്ല, വെറുതെ ഡയലോഗ് ഇടുക. ടി വി ഒന്നും കാണില്ല. ഈ ഷാർട്ട് ടി വി കാണുമ്പോഴല്ലോ നമ്മളോട് വർത്താനം പറഞ്ഞിരിക്കുക ആ സമയത്ത്. ഇതൊന്ന് കാണുക പറഞ്ഞിട്ട് ഇങ്ങനെ പറയൂട്ടോ. എന്നിട്ട് ആ കാര്യം ഇപ്പൊ നമ്മൾ ഷാർട്ടൻ പറഞ്ഞ സാധനം കാണുമ്പോ അതിന്റെ ഇടയിൽ കൂടി നമ്മളോട് വർത്താനം പറയും. എൻഗേജ്ഡ് ആയിരിക്കണമേ ഉള്ളൂ, അല്ലാത്ത സമയത്ത് ബോറടിയാ. ആകെയുള്ള ഇപ്പൊ ഫോണല്ലേ ഉള്ളൂ, അപ്പൊ നമ്മള് ഫോണിലൂടെ അതെ, ശരിക്കും പറഞ്ഞാൽ നല്ലതല്ലേ. പലർക്കും കംപ്ലൈന്റ് വീട്ടിൽ ഹസ്ബൻഡ് മിണ്ടുന്നില്ലെന്നൊക്കെ ആയിരിക്കും, ഇത് സംസാരിച്ചോണ്ടിരിക്കല്ലേ. പക്ഷെ ഈ ഫോണ് നോക്കുക, റീൽസ് കാണാണ്. ഇത് നോക്കുമ്പോ വിളിച്ച എന്ത് പറഞ്ഞാലും കേക്കില്ല. അതങ്ങനെ തന്നെയാണ്. ഇൻവോൾവ്മെന്റ് വേണ്ടേ ഫോണില്. അല്ല റീൽസ് ഒക്കെ സമയത്ത് അതിനകത്ത് നല്ല ചിലപ്പോൾ നല്ല മാറ്റർ ആണെങ്കിലും. അതെ, ഏത് ടൈപ്പ് റീൽസ് ഏറ്റവും ഇഷ്ടം? ഞാൻ ഹ്യൂമറിലായിരിക്കും. ഫുൾ ഹ്യൂമറിലെ ട്രാക്ക് കണ്ടിട്ട് അപ്പൊ തന്നെ നമ്മളെ വിളിച്ച് കാണിക്കുകയും ചെയ്യും. അപ്പൊ നമ്മള് ചിലപ്പോ നല്ല തിരക്കിലാണ്, ഞാൻ ഒന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കാണിച്ചൂടെ, ഒന്ന് നോക്ക് 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 അങ്ങനെ അങ്ങനെ വിളിക്കും. ഇത് കാണുമ്പോ പിന്നെ കുറെ സേവ് ചെയ്ത് വെക്കും, മക്കൾക്ക് ചെയ്യാനുള്ള പോലത്തെ റീൽസ് ഒക്കെ സേവ് ചെയ്ത് വെക്കും. ഇതന്നെ ഫോൺ. നമ്മൾക്ക് ഏറ്റവും മിസ്സായിക്കൊണ്ടിരിക്കുന്നത് നല്ല ഹ്യൂമറാണ്. ബാക്കിയെല്ലാം അവൈലബിളാണ്, പുതിയ പുതിയ അഡ്വാൻസ്ഡ് ആയിട്ട് എല്ലാം കിട്ടും. പക്ഷെ ഒരു നല്ല തമാശ കേട്ട് ചിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് ലൈഫിൽ ഇന്ന് ഏറ്റവും നമുക്ക് ഇല്ലാത്ത സാധ്യതയില്ലാത്ത നല്ല കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട് അല്ലേ ഇപ്പോ? അയ്യോ ഒരുപാട്. അല്ല, നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള കോമഡികൾ വരുന്നത്. ചില വീട്ടമ്മമാരൊക്കെ നമ്മൾ ചിന്തിക്കാത്ത രീതിയിലായിരിക്കും പ്രസന്റ് ചെയ്യുക. അതെ അതെ അതെ. അപ്പൊ നമ്മൾ ചിലപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നും. നമ്മൾ കുറച്ച് സമയത്ത് അപ്പോൾ എപ്പോഴും പറയും, ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ ടി വി കാണുമ്പോൾ അപ്പോൾ വൈഫ് പറയും വിഷമമുള്ളതും ദുരന്തങ്ങളും ഒന്നും ന്യൂസ് ഇടണ്ടെന്ന് പറയും. ന്യൂസ് ഇടണ്ടെന്നാണ് ആദ്യത്തെ റിക്വസ്റ്റ്. അപ്പം നമുക്കെന്ന് വെച്ചാൽ ഓക്കെ, നമുക്ക് ന്യൂസ് കാണണ്ടേ, എന്തൊക്കെ കാര്യങ്ങളെന്ന് അറിയാം. പക്ഷെ പുള്ളിക്കാരത്ത് പറയും രാത്രി ഇത് ഇടരുത്, ഇട്ട് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഇങ്ങനത്തെ ന്യൂസ് ഒക്കെ രാത്രി കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ പറ്റും. അപ്പൊ രാത്രി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവര് എന്താ കുറെ കുക്കിങ്ങിന്റെ ഹിമാലയത്തിലോ കൊറിയയിലൊക്കെ ഉള്ള വില്ലേജ് കുക്കിംഗ് മറ്റേ തമിഴ്നാട്ടിലല്ലാണ്ട് നമ്മുടെ ഹിമാലയത്തില് എന്താ എന്ത് ബുദ്ധ എന്തോ അറിയില്ല, ഒന്നുമില്ല, എല്ലാം എണ്ണയില് ബുദ്ധ പണ്ട് ഒരു ഹിമാലയത്തിന്റെ താഴെ താമസിക്കുന്നതെന്ന് തോന്നുന്നു അവര്. അവരുടെ ഒരു ശരിക്കും അവര് ഇവരെ പറ്റിക്കാണെന്ന് തോന്നുന്നു കേട്ടോ. കാരണം വെച്ചാൽ എല്ലാം എണ്ണയിലങ്ങ് കുറെ സാധനം ഇടുക, പച്ചക്കറി കിട്ടിയാലും കണ്ടുപിടിക്കാനല്ല കേട്ടോ, കാണുമ്പോ ഒരു നമുക്കൊരു സന്തോഷം. അപ്പൊ ആദ്യം ഞാൻ ഒറ്റയ്ക്ക് കണ്ടു തുടങ്ങിയതാ. ഇപ്പൊ വ്യൂവേഴ്സ് കൂടില്ല, അച്ഛൻ അമ്മ ഞാന്, ഞങ്ങളുടെ ഒരു ടൈപ്പ്. അതെ, ഈവനിങ് അതൊരു രാത്രി കുറച്ച് ടൈപ്പിന്റെ അത് ടേസ്റ്റിലേക്ക് വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഒന്നും വായി വയ്ക്കാൻ കൊള്ളുന്നില്ല. നിങ്ങളത് സ്ഥിരം കാണരുത്. ഒരു എണ്ണ തിളപ്പിച്ചിട്ടേ എന്ത് കയ്യിൽ കിട്ടിയാലും ഇങ്ങനെ ഇടുന്നൊരു കുക്കിങ്, ഇങ്ങനെ കാട്ട് ഇതാണെന്ന് തോന്നുന്നു. ചേച്ചി അത് കണ്ട് എന്തെങ്കിലും പരീക്ഷിച്ചിട്ടുണ്ടോ? നമുക്ക് പരീക്ഷിക്കാൻ പറ്റില്ല, കാരണം കണ്ടിട്ട് എന്താന്ന് മനസ്സിലായി. അതിന് നമുക്ക് അറിയുന്നത് പൊട്ടറ്റോ മാത്രമേ ഉള്ളൂ, അത് തന്നെ അവർ കുഴിച്ചെടുത്തോണ്ട് വന്ന് ചെയ്യും. പക്ഷെ ആ ഒരു പാറ്റേൺ നമുക്ക് ഈ ASMR വീഡിയോ പോലെ സൗണ്ടുകളായിരിക്കും അല്ലേ കൂടുതൽ ഇവരിങ്ങനെ ഇടുന്നതും എന്ന് വെച്ചാൽ ഇവർ ഇത്രയും സാധനങ്ങൾ ഉണ്ടാക്കി തരുമ്പോൾ ഇവർ അന്യോന്ന് വർത്തമാനം പറയണ്ട, ആ സാധനം ഒന്നുമില്ല, മിണ്ടില്ല. പക്ഷെ ഇവരിങ്ങനെ തിന്നാൻ വേണ്ടി ജീവിക്കുന്ന ആൾക്കാരില്ലേ, സാധനം കൊണ്ടുവരാൻ ഉണ്ടാക്കുക തിന്ന പോയി എന്തെല്ലാം ഉണ്ട്. ഈ ഭക്ഷണം ഇപ്പൊ വായി വെക്കാൻ കൊള്ളില്ല എന്നുള്ളത് ഇത് കഴിഞ്ഞിട്ട് ഇടി കിട്ടുമായിരിക്കും കേട്ടോ. ഇല്ലില്ല, ഭക്ഷണം എപ്പോഴും നല്ലത്. എനിക്ക് എന്റെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ബ്രേക്ക്ഫാസ്റ്റ് ആണ് എന്റെ പ്ലേറ്റ് മറിച്ചുണ്ടോ? അല്ല, ഞാൻ പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആണ് പ്രധാനം. അത് കറക്റ്റായാലും എനിക്ക് മൊത്തം കുഴപ്പമാണ്. എന്താ ഏറ്റവും ഇഷ്ടം? അങ്ങനെയല്ല, ചോദിക്കും എന്നോട്. കൂടുതലും പുട്ടൊക്കെ അല്ല, ഷാർട്ട് എന്ന് വെച്ചാല് നമുക്കിവിടെ ഇഡ്ഡലിയും ദോശയും കോമൺ ആണ്. പക്ഷെ ഏട്ടന് എന്തെങ്കിലും എക്സ്ട്രാ വേണം. അപ്പോൾ അതുണ്ടെങ്കിലും അതിന്റെ കൂടെ ഈ പുട്ടോ ഇഡ്ഡലിയോ അപ്പമോ അങ്ങനെ എന്തെങ്കിലും ഷാർട്ടിൻ്റെതായ കുറച്ച് സാധനങ്ങളുണ്ട്, നീർദോശയോ അങ്ങനെ എന്തെങ്കിലും. എല്ലാം നന്നായിട്ട് ഉണ്ടാക്കും, സമയമില്ല. രാവിലത്തെ എന്തായാലും ഉണ്ടാക്കി കൊടുക്കാം. രാവിലത്തെ എന്തായാലും ചെയ്യും. ഉച്ചക്കത്തേക്ക് ഉള്ളതാണ്. പക്ഷെ ഉച്ചയ്ക്ക് അമ്മയുണ്ടല്ലോ, അപ്പൊ എനിക്ക് നോൺ വെജ് ഒക്കെ അങ്ങനെയൊക്കെ ആണെങ്കിൽ കയറേണ്ട ആവശ്യമുള്ളൂ. രാവിലത്തെ പക്ഷെ ബ്രേക്ക്ഫാസ്റ്റിൽ കോംപ്രമൈസ് ഇല്ല. ഞാൻ ഷാർട്ടൻ പോണ സമയത്ത് ഞാൻ ഒന്ന് ചവിട്ടും, ഷാർട്ടിനില്ലെങ്കിൽ ഞങ്ങൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒപ്പിക്കും. ഷാജേട്ടൻ എന്തെങ്കിലും കുക്ക് ചെയ്യോ? ചെയ്യുമായിരുന്നു, ഇപ്പൊ അങ്ങനെ ഒരു അവസരമില്ല. ചെയ്യും, നോൺ വെജ് ഒക്കെ നന്നായിട്ട് ചെയ്യും. ഫിഷ് കറിയും ചിക്കൻ കറിയൊക്കെ വെക്കും. അതെ, അങ്ങനെയുള്ള ചില പരീക്ഷണങ്ങൾ കുറെ ആലോചിച്ചിട്ട് അതെന്താ
പക്ഷെ അതിനൊരു അവസരം കിട്ടുന്നില്ല. അടുക്കള ഫ്രീ ആവണ്ട. റെഡി 2 ദിവസം ഇന്ന് ഉച്ചയോടുകൂടി ഞങ്ങൾ വെച്ചൊഴി. ഇവിടുത്തെ വേറൊരു വലിയൊരു കുക്കിന്റെ വീഡിയോ ഇപ്പൊ യൂട്യൂബില് ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ. ആ കുക്ക് അവസ്ഥ കൊണ്ട് കുക്ക് ചെയ്ത് കുക്കിന് ജോലി കിട്ടി. അവള് താമസിക്കുന്ന ഒറ്റയ്ക്ക് താമസിക്കുന്നതുകൊണ്ട് അല്ല PG-ല് അവള് ഒരു PG-ല് താമസിക്കുന്നത്. അപ്പൊ അവള് എന്നോട് പറഞ്ഞു ഞാൻ ഇവിടുന്ന് പോകുമ്പോ ഫുള്ള് സാലഡ്സും അങ്ങനെയൊക്കെ മാത്രമേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇവളുടെ വിചാരം ഈ സാലഡ്സ് വാങ്ങി കഴിക്കാനുള്ള പ്ലാനിലാണ് ഇവിടെ പുറപ്പെട്ടത്. അവിടെ ചെന്നപ്പോ സാലഡിന് നല്ല വില. അങ്ങനെ അവൾ സ്വന്തമായിട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങി. പയറുകറിയും എന്തൊക്കെയോ വെക്കുന്നുണ്ട്. ഓരോന്നും പറയാം, അച്ഛാ ആപ്പിളിനൊക്കെ എന്താ വില, അതുപോലെ ഈ പറയുന്ന രീതിയിൽ അയ്യോ മറ്റേ ഉരുളക്കിഴങ്ങൊന്നും സഹിക്കാൻ 1 കിലോയ്ക്ക്. ഞാൻ പറഞ്ഞു ഇതൊക്കെ ഇവിടെ നിന്ന് വാരിക്കോരി തിന്നിട്ടും കളഞ്ഞിട്ടും ഒക്കെ ചെയ്യും. ഒരു ദിവസം രാവിലെ അമ്മയ്ക്ക് അറിയോ ഒരു കാര്യം അറിയോ, അമ്മ ഇന്ന് ഫോൺ എടുക്കാത്ത. ഞാൻ പറഞ്ഞു എന്താ കാര്യം? വെളിച്ചെണ്ണയ്ക്ക് എന്താ വില അമ്മ? അത് ശരി. കുട്ടികൾ എപ്പോഴും സ്വന്തമായിട്ട് ചെയ്തു തുടങ്ങുമ്പോഴേ അവർക്ക് അറിയുള്ളൂ. അവര് നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന സമയത്ത് അവർക്ക് എന്താണ് ഇതിന്റെ വാല്യൂ പഠിച്ചോണ്ടിരിക്കുക ഞാൻ. ഇപ്പൊ അവള് എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞ അവള് ഇവിടുന്ന് അത്യാവശ്യം ഇത് എന്താണ് അവളുടെ ബർത്ത്ഡേക്ക് എന്താ ഗിഫ്റ്റ് വേണ്ടത് ചോദിച്ചപ്പോഴേ 1 ലിറ്റർ വെളിച്ചെണ്ണ കൊടുത്തുവിട്ടാ മതി. അയ്യോടാ. ഇവിടെ വെച്ചിട്ട് ഇതേപോലെ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല. ചില സമയത്ത് അവൾക്ക് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ തട്ടിക്കൂടും. ഇവിടെ പരീക്ഷ അവള് തന്നെ തിന്നേണ്ടി വരും. ഇതുപോലെ അവൾ ഉണ്ടാക്കാറില്ല. എവിടെയാ? ചെന്നൈയില്. ഓക്കെ. അപ്പം അങ്ങനെ കുക്കായി മാറി. ഇപ്പൊ ഒരു സെമി കുക്കായി മാറി. അവൾക്ക് കുഴപ്പമില്ല. അത് പഠിച്ചു തുടങ്ങി. പഠിച്ചപ്പം അവൾക്ക് മറ്റേ നമ്മൾ ആരെങ്കിലും ഉണ്ടാവുമല്ലോ സപ്പോർട്ട് ചെയ്യാൻ. അതെ അതെ അതെ. ചേച്ചി, ഞാനാണെങ്കിൽ ചേട്ടനെ 2 ആഴ്ച മുമ്പ് ഇന്റർവ്യൂ എടുത്ത സമയത്ത് ഞാൻ ചോദിച്ചിരുന്നു വീട്ടിൽ മൊത്തവും പെണ്ണുങ്ങളാവുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും പോവാനായിട്ട് കുറെ ടൈം എടുക്കും. ചേട്ടൻ പറയാം അത് നമ്മള് തലേ ദിവസം റെഡി ആവണം എന്ന്. അങ്ങനെയാ? താമസിക്കോ? തലേ ദിവസം നമ്മൾ പറയണം മുൻകൂട്ടി എല്ലാം പറയണം. ഇപ്പൊ ഈ ഇന്റർവ്യൂ അല്ല ഷാർട്ടിന് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടല്ലോ, നിന്നിപ്പിൽ മാറ്റി പറയും. അപ്പം ഞാൻ പറയും ഷാർട്ട എനിക്ക് നേരത്തെ ടൈം പറഞ്ഞു തരണം. കാരണം ഞാൻ ക്ലാസ് എടുക്കുന്നത് കൊണ്ട് എനിക്ക് നമ്മുടെ പുറകിൽ കുറച്ച് പേരുണ്ടല്ലോ, എനിക്ക് അവരോട് ഇന്ന് ക്ലാസ്. ഈ സുമേഷ് 6 മാസമായി വിളിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ സുമേഷ് റെഡി ആയിരിക്കാം, പക്ഷെ കാര്യങ്ങൾ ഇത് ചെയ്യാൻ നമുക്ക് ഇന്റർവ്യൂ ചെയ്യാം എന്ന് പറയുന്നത് വെച്ചാൽ ഈ ക്ലാസ്സിന്റെ സമയങ്ങളൊക്കെ എനിക്കറിയില്ല. ഞാനങ്ങ് കയറി കമ്മിറ്റ് ചെയ്യും. കമ്മിറ്റ് ചെയ്ത് പറയാം എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു എന്ന് പിന്നീടാണ് ഇവള് പറയാ. നമുക്ക് ചില സമയത്ത് നമുക്ക് കമ്മിറ്റ്മെന്റ് തന്നെയാണ്. കാരണം വെച്ചാൽ കോമ്പറ്റീഷൻ ടൈമാണ്, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കത് പ്ലാൻ ചെയ്യാണ്ട് പറ്റില്ലേ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഞാനപ്പോൾ പറയുന്നത് എന്താണെങ്കിലും നേരത്തെ പറഞ്ഞാൽ മതി. നേരത്തെ പറഞ്ഞാൽ നമ്മൾ ചെയ്യും. അങ്ങനെ സ്ത്രീകൾക്ക് ഒരുങ്ങാനുള്ളൊരു അറിയാലോ, നാച്ചുറലായിട്ട്. അത് ആ സമയത്ത് അവർക്ക് ദേഷ്യം വരും അല്ലേ, അങ്ങനെയൊക്കെ അല്ലേ? റെഡിയാവുന്ന സമയത്ത് സമയം വേണം. അപ്പം നമ്മൾ തിരക്ക് കൂട്ടും. നമുക്കാകെ ഒരു കുളിയും ഒരു ചീപ്പും വേറെ ഒന്നുമില്ല. ഇല്ല. അപ്പോൾ ചേച്ചിയുടെ ഈ മൊത്തത്തിലുള്ള അറ്റയർ ഒക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ആ വലിയ മൂക്കുത്തിയും വലിയ കമ്മലും ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ പാലക്കാട് വന്ന് ഇവിടുന്ന് അഡാപ്റ്റ് ചെയ്ത സംഭവങ്ങളാണോ? ഇവിടുന്ന് അഡാപ്റ്റ് ചെയ്താണോ? ആണോ? വലിയ മൂക്കുത്തി മൂക്കുത്തി ഇപ്പൊ കുറച്ചായിട്ട് മൂക്കുത്തിയുടെ അധികം ആയില്ല. പക്ഷെ പിന്നെ മൂക്കുത്തിയുടെ ആദ്യം കുഞ്ഞു മൂക്കുത്തിയായിരുന്നു. പിന്നെ അത് കുറച്ച് വലുതിട്ടപ്പുറം വലിയ മുഖത്തിന് വലിയ മൂക്കുത്തിയാ നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ മൂക്കുത്തി വലിപ്പം കൊണ്ടുണ്ട്. ഇതിപ്പോ ഒരു 2 ആഴ്ച മുമ്പ് ദുബായ് ഗിഫ്റ്റ് ചെയ്തതാ. ഇപ്പൊ 2 ആഴ്ച മുമ്പ് ഉണ്ട്. ഇനിയിപ്പോ ഇതിന് മുകളിൽ ഇഡ്ഡലി തട്ട് മാത്രമേ ഉള്ളൂ. ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് മൂക്കുത്തി. ചേട്ടനല്ല, എനിക്ക്. നിങ്ങൾ എവിടെ പോയാലും മൂക്കുത്തി അതറിയാം. പണ്ടൊക്കെ നമ്മൾ വളയും കമ്മലൊക്കെയാണല്ലോ. ഇപ്പൊ മൂക്കുത്തിയിലെ വെറൈറ്റികൾ നോക്കാം. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്കും വലിയ റിസ്ക് ഇല്ല. കാരണം വെച്ചാൽ ഒരുപാട് ചെലവില്ല. ഗോൾഡ് മറ്റേ വളയും മാലയൊക്കെയാണെങ്കിൽ ഭയങ്കര. അപ്പൊ ഓരോ വർഷങ്ങൾ കഴിയുന്തോറും പിറന്നാൾ വരുമ്പോ നമ്മൾ ആദ്യകാലങ്ങളിൽ നമ്മൾ ഗോൾഡ് കൊടുത്തു തുടങ്ങിയ എല്ലാ ഭർത്താക്കന്മാരും ശ്രദ്ധിക്കാണ് തുടങ്ങിയ പിന്നെ അത് ഗോൾഡ് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അന്ന് മാലയും വളയൊക്കെ കൊടുത്തു തുടങ്ങിയ കുറെ കഴിയുമ്പോൾ ഇനി എന്ത് വാങ്ങിച്ചു കൊടുത്താലും ഗോൾഡ് പ്രതീക്ഷിക്കും. പിന്നെ അവർക്കത് തന്നെ ഓക്കെ. ഒരു കുഞ്ഞാണെങ്കിലും ഗോൾഡ് ഇപ്പം അതാണല്ലോ അസറ്റ്സ് ഇതാവണം. അപ്പോൾ നമ്മൾ അത് പ്രതീക്ഷിക്കും. അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നോക്കിയ സമയത്ത് എന്ത് ഗിഫ്റ്റ് കൊടുക്കുന്ന വെച്ചാൽ വേറെ ഒന്നും ഇഷ്ടമില്ല. ഡ്രസ്സുകളോ കാര്യങ്ങളൊക്കെ കോമൺ അല്ലേ. അങ്ങനെ ഞാൻ മൂക്കുത്തി ഇപ്പോൾ വലിയ പരിക്കില്ലാത്ത
അത്രയല്ലേ വെയിറ്റ് അപ്പൊ ഉണ്ടാവും. ചേച്ചി മൂക്കുത്തി വലുതാക്കി. ആ അല്ല, അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവൾക്ക് ഇഷ്ടം വലിയ മൂക്കുത്തിയാണെന്ന് മനസ്സിലായി. പിന്നെ വിചാരിച്ചു പിന്നൊരു അതാകുമ്പോൾ വലിയ പരിക്കില്ല, മറ്റേതൊക്കെ 2 വേണ്ടേ ഈ കമ്മല് വളയാണെങ്കിലോ. ഈ മൂക്കുത്തിയാണ് അമ്മ ചോദിച്ചേടാ ഒരെണ്ണം കൂടി വായിച്ചാൽ കാതിലൂടെ ഇടായിരുന്നല്ലോ എന്നൊക്കെ. ചേച്ചി ശരിക്കും അങ്ങനെയാ? ഇപ്പം ചേട്ടൻ പറഞ്ഞില്ലേ ഇതുപോലെ ഗോൾഡ് ആദ്യം വാങ്ങിച്ചു തന്നു കഴിഞ്ഞാൽ പിന്നെ അത് എക്സ്പെക്ട് ചെയ്യുന്നത്, ശരിക്കും അങ്ങനെയാണോ? ഒരു കുഞ്ഞു സാധനം കിട്ടിയാലും ആ ഒരു ഹാപ്പിനെസ് അല്ലേ? എങ്ങനെയാ? ആണ്, അത് സന്തോഷം തന്നെയാണ്. പിന്നെ ഷാർട്ടിന് അറിയാം എൻ്റെ കുറെ ടേസ്റ്റുകൾ അറിയാം. അങ്ങനെ എന്താ പറയാ, ടേസ്റ്റ് അറിയാത്തതുകൊണ്ടാണ് ഡ്രസ് എടുക്കാത്തത്. ഡ്രസ് എടുത്തു കഴിഞ്ഞാൽ പരാജയപ്പെടും. എപ്പോ എടുത്താലും കംപ്ലൈന്റ് കിട്ടും. പരാജയപ്പെടും. അല്ല, എടുത്താൽ ചിലപ്പോൾ അത് ശരിയാവില്ലെന്ന് വരില്ല. ഒന്നുകിൽ കളറ് അല്ലെങ്കിൽ പുതിയ ട്രെൻഡിങ്. അല്ല, ഷാർട്ട് എങ്ങനെയാ വെച്ചാൽ ഞങ്ങള് പുറത്ത് പോവാണെങ്കിൽ ഞാൻ എന്തെങ്കിലും നോക്കിയാൽ നീ ഇതെടുത്തോ അങ്ങനെ പറയും. കാരണം ഞാൻ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ അല്ലാണ്ട് ഷാർട്ട് എടുത്തിട്ട് വരാറ്. ഞാൻ എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ശരിയാവില്ല ഒരിക്കലും. മക്കൾക്കും ഞാൻ എടുത്ത അളവൊന്നും കറക്റ്റ് ആവില്ല. മനസ്സിലായി. കാരണം മക്കൾ ഓരോ ദിവസം വളർന്നുകൊണ്ടിരിക്കണം. അപ്പൊ ഏത് സൈസിൽ എന്താണെന്ന് അല്ല, മക്കളിപ്പോ അച്ഛനും മക്കളൊക്കെ സെയിം ആയിട്ട് ടീഷർട്ടും ഷർട്ടും അല്ല. എന്റെ ഒരു ടീഷർട്ടും ഒരു ബർമുടയും ഇവിടെ വീട്ടിലുണ്ട്. ബർമുടയും ഷാർട്ടിന്റെ കബോർഡ് കാലിയായിരിക്കും. രണ്ടുപേരും എടുത്തിട്ടുണ്ട്. അവർക്കെടുത്ത എല്ലാ കബോർഡും ഫുള്ളാണ്. അവരുടെ ഒന്നും അവർ യൂസ് ചെയ്യില്ല. അവർക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ നമ്മളുടെ ഫ്രീ ആയിട്ടുള്ള ടീഷർട്ട്സ് അവരിടാനാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഓവർ സൈസ് ആയിട്ടുള്ള ഈ അച്ഛന്മാരുടെ അതാണ്. എല്ലാ വീട്ടിലും അങ്ങനെയാണ്. ഇപ്പൊ ഒരു പ്രാവശ്യം ഷാർട്ട് ഭയങ്കരമായിട്ട് വയലന്റ് ആയി. കാരണം കബോർഡ് തുറന്നപ്പോ ഒന്നുമില്ല. ഞാൻ ഷട്ടിൽ കളിക്കാൻ വേണ്ടി പോകുമ്പോ ഒന്നുമില്ല, ട്രൗസറും ഇല്ല, ടീഷർട്ടും ഇല്ല. അപ്പൊ ഞാൻ എനിക്ക് അങ്ങനെ ഭയങ്കര രണ്ടിനെ വിളിച്ചു നിർത്തി ഫയർ ചെയ്തു. ഇപ്പൊ എങ്ങനെയാ വെച്ചാൽ അച്ഛൻ വെറുതെ പറഞ്ഞേക്കണേ, അച്ഛൻ എന്നാ വരണേ തിരിച്ചു വെക്കാനായിട്ട്. അപ്പൊ വിജി നമ്മുടെ സാറുണ്ട്, അവര് പറയും അച്ഛൻ വരാറായിട്ടാ, അച്ഛൻ വരുമ്പോ ഇതൊക്കെ അവിടെ വെച്ചോ. അറിയില്ല, ഞാൻ 1-2 ദിവസം ക്യാമറയിൽ നോക്കി ഈ ഡ്രസ് നടക്കുന്നുണ്ടോ. അപ്പൊ അതിനകത്ത് നോക്കുന്ന സമയത്ത് അങ്ങനെ വലിയ ഇതൊന്നുമില്ല. പിന്നെന്ത് പറയാ, ഇപ്പൊ പുതിയൊരു ഐഡിയ, എനിക്ക് എന്തോ മറവിയുള്ള പോലെ രണ്ടുപേരും കൂടെ ഈ ടീഷർട്ട് അച്ഛൻ തന്ന ഓർമ്മയില്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചേ ഞാൻ ഇപ്പൊ തന്ന അപ്പൊ അച്ഛൻ തന്ന സത്യമായിട്ടും അച്ഛൻ എനിക്ക് ഇതും കൂടെ തന്നാണ്, മറന്നുപോയോ. പിന്നെ കൺഫ്യൂസ് ചെയ്യിച്ചളായി. അപ്പൊ ഞാനിപ്പോ ആ കൂടെ ടെൻഷൻ. ഞാനിപ്പോ മക്കൾക്ക് വേണ്ടി CCTV വെക്കുന്ന ആദ്യത്തെ അച്ഛൻ. എന്നിട്ട് എന്നോട് പറയാ, ഞാൻ കടയിൽ പോയി നീ ഒരു കാര്യം ചെയ്യും, അവർക്ക് വാങ്ങണ്ട എനിക്ക് വാങ്ങി എന്തായാലും അവരെടുത്തിടും ഇടും. അപ്പൊ നീ എനിക്ക് വാങ്ങിച്ചെന്നാ 3 പേർക്ക് കൂടി ഇടാലോ. 3 പേർക്ക് കൂടെ ഇടാം. ശരിക്കും പുറത്തല്ല, അപ്പൊ അകത്താണ് കള്ളന്മാര്. ഷൂസ് വരെ എന്റെ ആണോ? എല്ലാം ഒരേ അളവാ, എല്ലാം ഒരേ അളവാ. അടിപൊളി. ഇതിലിപ്പോ രക്ഷപ്പെട്ടിരിക്കുന്ന ഒരാള് ഞാനാ. അത് പക്ഷെ ഇപ്പൊ എന്റെ മൂത്ത പുത്രി അങ്ങോട്ടേക്ക് ചെന്നൈയിലേക്ക് പോയപ്പോ അമ്മ ഒരു 2-3 ചുരിദാർ വേണം. ഞാൻ എടുത്തോ. അമ്മ എടുത്തോന്ന് പറഞ്ഞ എന്റെ 3-4 ചുരിദാർ പോയി. അയ്യോ, ഞാൻ വിചാരിച്ചത് എടുത്തു പറഞ്ഞ നീ വാങ്ങിച്ചോളാൻ എല്ലാം കൊണ്ട്. ഞാനിപ്പോ യൂട്യൂബിൽ എടുത്തോന്ന് പറഞ്ഞേ, കടയിൽ നിന്ന് എടുത്തോന്നാ പറഞ്ഞു. ഇത് അലമാരി തന്നെ എടുത്തു. എന്റെ അലമാരിന്ന് പോയി എടുത്തോന്ന് പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ. അതുപോലെ നന്ദു ജാരി പറയണ്ടായിരുന്നു, നന്ദു ബാഗ് പാക്ക് ചെയ്തു പോയി. അതിനിപ്പോ ഞാൻ അപ്പൊ ഒന്നും വിട്ടില്ല. നന്ദു ഇവിടുന്ന് പുറപ്പെട്ടിപ്പോ ഞാൻ പറഞ്ഞു, ജാനി നീ നിന്റെ കടയിൽ കബോർഡിൽ പോയിട്ട് നിന്റെ ഡ്രസ്സ് ഉണ്ടോ നോക്കണം കേട്ടോ. അപ്പോൾ എനിക്കറിയാം നന്ദു ചേച്ചി എന്റെ ഡ്രസ്സൊക്കെ അടിച്ചോണ്ട് വിട്ടു. നന്ദു ചേച്ചി ആണ് അപ്പൊ ഇവിടുത്തെ മെയിൻ ആള്. അയ്യോ ഭയങ്കര. അന്യോന് രണ്ടുപേരും ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഭയങ്കര ഒത്തൊരുമ. അതെ, ഈ നേരത്തെ പറഞ്ഞില്ലേ എല്ലാവർക്കും ഒരേ അളവാ കാര്യങ്ങളാ, ഇവരൊക്കെ വലുതായി. അത് പറഞ്ഞപ്പോഴേ ഓർത്തെ ആനീസ് കിച്ചണിനകത്ത് ചെന്നിട്ട് പറഞ്ഞത് ഇവരുടെ എല്ലാ അച്ഛന്മാരും റിലേറ്റീവ് ആയിട്ട് എത്ര ട്രോളുകളാ വന്നത്. പക്ഷെ എനിക്ക് എല്ലാവരും സപ്പോർട്ടായിരുന്നു. എല്ലാ അച്ഛന്മാരും അങ്ങനെ തന്നെയാ. അത് നമ്മുടെ എന്റെ ക്ലാസ്സിലെ കുറെ ടീച്ചേഴ്സ് ഉണ്ട്. അവര് പറയും മീൻസ് ഇതിപ്പോ ഷാജോണ്ട് ഇതല്ല, സ്കൂളിൽ വന്നിട്ട് ഇരിക്കുമ്പോ മോൻ ഏത് ഇതാണ് പഠിക്കണമെന്ന് അറിയാത്ത അച്ഛന്മാരുണ്ട്. ഉണ്ട്, ശരിയാ ശരിയാ. ഏത് ഗ്രൂപ്പാന്ന് അറിയാണ്ടൊക്കെ. അതെ, ഇപ്പൊ കറക്റ്റ് ആയിട്ട് എല്ലാം അറിയാമോ? അല്ല, ഇപ്പൊ ഞാൻ അതിനെ കുറിച്ച് സംസാരിക്കാറില്ല. പെട്ടെന്ന് ഞാൻ 9th ഓർമ്മയുണ്ട്. അപ്പൊ ഈ പറയുന്ന രീതിയിൽ അപ്പൊ അതിനെ കുറിച്ച് ചോദിക്കുകയില്ല, പറയില്ല. ചില വിഷയം ഇടയ്ക്ക് സ്കൂളിൽ ഫീസ് അടയ്ക്കാൻ വേണ്ടി പോകും. അപ്പൊ അറിയാം ക്ലാസ്സും കാര്യങ്ങളൊക്കെ. അല്ലാതെ ഇത് പറഞ്ഞ എനിക്ക് ഇപ്പോഴും ഞാൻ നേരത്തെ ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചില്ലേ ഇപ്പൊ ഡോഗിന്റെ കാര്യം. അപ്പൊ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞ് 13 വർഷമായി ഡോഗിന്റെ പേരെന്താ? ഡോഗിന്റെ പേര് ബ്ലാക്കി. ചേച്ചിനോട് അല്ല, അവരങ്ങനെ വിളിക്കാറില്ല. അവരങ്ങനെ കൂടുതൽ പുറത്തിറക്കാറ്. ഇവരാണ് എപ്പോഴും, ഈ ചെറിയ ആളാണ് എപ്പോഴും വീടിനകത്തല്ല. അപ്പൊ നമ്മള് വീട്ടില് പണ്ട് കള്ളം കയറിയിട്ടുണ്ട്, പഴയ വീട്ടിൽ. അപ്പൊ അതിനുശേഷമാണ് നമ്മൾ ഈ ഡോഗിനെ വളർത്തി തുടങ്ങിയത്. ഒരെണ്ണം എന്നുള്ളത് പിന്നെ നമുക്ക് കൂടുതൽ ഇഷ്ടമായപ്പോ ഇങ്ങനെ 2 പകത്തും പുറത്തുമായി. അപ്പൊ ഈ പറയുന്ന രീതിയിൽ ഇപ്പോ കള്ളന്മാർക്ക് കൺഫ്യൂഷൻ, ഏതിനെ വളയ്ക്കണം എന്ന് മനസ്സിലാവില്ല.
അടിപൊളി. ചേട്ടാ, ഞാനാണെങ്കിൽ ഇതിനു മുമ്പ് ചേട്ടൻ ഒരു ഇന്റർവ്യൂവിനകത്ത് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. പലരും കണ്ടിട്ട് മറ്റേ ഒരു ഇവന്റിന് എന്തോ ഇങ്ങനെ പറഞ്ഞു എന്ന്, ടിക്ടോക്കിലൂടെ ഫേമസ് ആയ ഷാജു ശ്രീധർന്ന്. ശരിക്കും നടന്ന സംഭവം? നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും നടന്നോണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും പറയുന്ന വെച്ചാൽ 31ാമത്തെ വർഷമാണ് സിനിമ. അപ്പോൾ 31ാമത്തെ വർഷത്തിന് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ഈ സിനിമ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇൻട്രോ കൊടുക്കുന്നതിന് പകരം സിമ്പിളായിട്ട് പറയണം, ടിക്ടോക്കിലൂടെ നമുക്ക് എല്ലാവർക്കും ഭയങ്കര പരിചിതരായെന്നൊക്കെ. അങ്ങനെയൊക്കെ ടിക്ടോക്ക് മിമിക്രി അല്ല, സീരിയലല്ല, സിനിമയല്ല, ഒന്നുമല്ല, ടിക്ടോക്കിൽ. അപ്പം ഞാൻ പറഞ്ഞു ഇതെന്താ. അപ്പോൾ ആളുകൾ പുതിയ ജനറേഷൻ്റെ ഒരു രീതിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം ഒരുപാട് പേര് കാണുന്ന ഈ മക്കളുമായിട്ടുള്ള ഇതാണ്. അത് ഞാൻ പറഞ്ഞത്, നമ്മളെപ്പോഴും ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഹ്യൂമർ ഏരിയ പിടിക്കുന്നതാണ്, ക്രിയേറ്റീവ് ഏരിയയാണ്. അപ്പം ഞാൻ ചെയ്യുന്നത് മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതലായിട്ട് ചെയ്യുക. അവർ രണ്ടുപേരുടെ വരുമ്പോൾ അവർക്കും എല്ലാവരും സ്കൂളിലെല്ലാം അവളെയൊക്കെ അറിയാം. അപ്പോൾ നമ്മളൊരു കലാകാരനാണെന്നുള്ളതിലുപരി ഇവരുടെ ടാലൻറ്റ് എന്താണെന്ന് അറിയുന്നതിലൂടെയാണ്. അപ്പോൾ അതിനകത്ത് വരുന്ന നമ്മുടെ ഏറ്റവും ഹാപ്പി ആയിരിക്കുന്ന മൊമെൻ്റ് എന്താ വെച്ചാൽ, അതിനകത്തുള്ള ഏറ്റവും കൂടുതൽ കമൻസ് അച്ഛനെ വെല്ലുന്ന മക്കൾ എന്നായിരിക്കും. മനസ്സിലായോ? നിങ്ങൾ കുറച്ചൊന്ന് അഭിനയം അവരെ കണ്ട് പഠിക്കൂ. നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ മക്കൾ അവരുടെ പെർഫോമൻസിന് മുമ്പിൽ നിങ്ങളൊന്നും അല്ലാതായിപ്പോയി, അല്ലെങ്കിൽ അവർ പെർഫോം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അഭിനയം ആദ്യം എങ്ങനെയാണെന്നുള്ളത് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് വരും പലതും. പക്ഷെ ആക്ച്വലി അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഏറ്റവും സന്തോഷം ഒരു പക്ഷേ അതാണ്. അതായത് അവര് നന്നായി എന്നുള്ളത് പറയുന്നതിലാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അതെ, ചേച്ചിക്കും സെയിം അല്ലേ? അല്ല, ഞാൻ ടിക്ടോക്കില് ഇവർക്ക് ക്യാമറ പിടിച്ചു കൊടുക്കലാണല്ലോ എന്റെ പണി. ടിക്ടോക്ക് നിർത്തി, ഇപ്പൊ റീലാണല്ലോ. ടിക്ടോക്ക് സമയത്ത് ഭയങ്കരമായിരുന്നു, നിറയെ ചെയ്യുമായിരുന്നു. ഇപ്പൊ റീല് വളരെ കുറവ്. ഇവരെ കിട്ടാൻ വലിയ പാടാ. ഇവര് വന്ന് ഇപ്പൊ അവര് പെട്ടെന്ന് പഠിക്കും. നമ്മളാണ് ചിലപ്പോ അതിലേക്ക്. ശരിക്കും രണ്ടാളും കൂടി ഒരുമിച്ച് നിങ്ങൾ 4 പേരും കൂടെ ഉള്ള ആ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ഇപ്പൊ കുറവായിട്ട് വരും അല്ലേ? അതുപോലെ ഇവരുടെ കൂടെ ടിക്ടോക്കിൽ എനിക്ക് പെടാനേ പറ്റില്ല. മമ്മി എന്റെ പൊളിച്ചടുക്കി കളയും. ഞാനുണ്ട് ഇങ്ങനെ ക്യാമറ ഒക്കെ പിടിച്ച് ഏതെങ്കിലും ഭാഗത്ത് നിൽക്കും. ഇവരുടെ കൂടെ ഒപ്പമുള്ളൊരു വീഡിയോ ഇങ്ങനെ അമ്മയുടെ ബർത്ത്ഡേ എന്തോ വിഷ് ചെയ്തൊരു വീഡിയോ നന്ദനയുടെ അക്കൗണ്ടിൽ ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു കാലത്ത് ഞങ്ങളുടെയൊക്കെ വീട്ടിലൊരാളാണെന്ന് തോന്നിച്ചിരുന്ന ആളാണ് നിങ്ങളുടെ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും അങ്ങനെ ഒരു വീട്ടിലൊരാള് അല്ലെങ്കിൽ ഒരു അടുത്ത വീട്ടിലൊരാള് അങ്ങനത്തെ ഒരു സ്നേഹമാണ് അല്ലേ ചേച്ചിനോട്? തീർച്ചയായിട്ടും കാണുമ്പോൾ ചിലര് ഇപ്പോഴും പഴയ എന്താ പറയാ ഇന്ന സീരിയൽ ഓർമ്മയുണ്ട്, അല്ലെ സമയം എന്നുള്ള സീരിയൽ ഓർമ്മയുണ്ട്. ഇപ്പൊ എനിക്ക് ഭയങ്കര അത്ഭുതമാണ്. കാരണം ഇത്ര കൊല്ലായില്ലേ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 25 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും ചിലപ്പോൾ കാണുമ്പോൾ പറയും ചാന്ദിനിയുടെ ഭർത്താവല്ലേ എന്ന് ചോദിക്കും. അപ്പൊ അത് അവളെ ഇഷ്ടപ്പെടുന്ന, അവളെ കണ്ട് സമയം എന്ന് പറയുന്ന സീരിയലുണ്ടായിരുന്നു, ഭയങ്കര ഹിറ്റായിരുന്നു. അപ്പം ആ ഏജിലുള്ള ആ സീരിയലിൻ്റെ ആരാധകരായിട്ടുള്ള ആൾക്കാരുണ്ട്. അവർക്കൊക്കെ എൻ്റെ പേര് ഒരുപക്ഷെ പറഞ്ഞാൽ കിട്ടില്ല. ചിലപ്പോൾ ഷാജോൺ, ഷൈജു, ഷിജു, ഇപ്പോഴാണ് ഷാജു ശ്രീധർ എന്നുള്ള പേര് പാലക്കാടെന്ന് പറയുമ്പോൾ എന്നെ കൂടുതൽ രജിസ്റ്റർ ചെയ്യുന്നത്. എന്നെ അറിയാം, പക്ഷെ പേരിലുണ്ടാവുന്നത്. പക്ഷെ എൻ്റെ അടുത്ത് കുറേ അമ്മമാർ ഈ പറയുന്ന അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്നോട് വന്ന് പറയും ചാന്ദിനിയുടെ ഹസ്ബൻഡ് അല്ലേ എന്ന് പറയും. ഇപ്പോൾ ഓക്കെ, അവർ അത്രയും വർഷം കഴിഞ്ഞിട്ടും അഭിനയത്തിൽ ഇല്ലാഞ്ഞിട്ടും എല്ലാവരും. ചേച്ചി, ഇപ്പൊ നിങ്ങളാണെങ്കിൽ ആ 10-25 വർഷം മുമ്പ് ഇതുപോലെ സ്നേഹിച്ച് കല്യാണം കഴിച്ച ആ ഒരു സമയത്ത് മനസ്സിലിങ്ങനെ ഒരു ഇമാജിനേഷൻ കാണുമല്ലോ, ഒരു 10 വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 20 വർഷം കഴിഞ്ഞിട്ട് എങ്ങനെയായിരിക്കും എൻ്റെ ഒരു ലൈഫ്, ആ ഒരു ഫാമിലി, ആ ഒരു അന്ന് ആ സ്വപ്നം കണ്ട ഒരു ലൈഫിലോട്ട് തന്നെയല്ലേ ഇപ്പൊ എത്തിയിരിക്കുന്നത്? എങ്ങനെയാ അന്ന് കണ്ട ഒരു വിഷൻ എങ്ങനെയായിരുന്നു? ശരിക്കും പറഞ്ഞല്ലോ, ഇപ്പോഴാണെങ്കിലും അങ്ങനെ ഒരു വിഷൻ കണ്ടില്ല. ഇല്ല, പെട്ടുപോയതാ. അങ്ങനെ ഒരു ശരിക്കും പറഞ്ഞ അങ്ങനെ ഒരു ആലോചന വന്നില്ല. പാലക്കാട് വരുമെന്ന് ഒരിക്കലും അവള് വിചാരിച്ചില്ല. പാലക്കാട് എനിക്ക് പണ്ട് ഷൂട്ടിങ്ങിന് വരുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമായിരുന്നു പാലക്കാട്. ഷൂട്ടിങ്ങിന് വരുന്ന സമയത്ത്. പക്ഷെ സ്ഥലം വ്യക്തിയല്ല, സ്ഥലം അല്ല, പിന്നീടാണ് അവിടെ നിന്ന് ഒരാള് വന്നത്. പക്ഷെ നമുക്കറിയില്ലല്ലോ നമ്മൾ പാലക്കാട് സെറ്റിൽ ആവുന്നുള്ള. അമ്മ മൂലംകോടാണ് അമ്മയുടെ. പക്ഷെ ഞങ്ങൾ വല്ലപ്പോഴും അവിടെ അമ്പലങ്ങളിൽ വരുന്നല്ലാണ്ട് അങ്ങനെ പാലക്കാട്. പിന്നെ ഏറ്റവും കൂടുതൽ ബന്ധം ഈ ഷൂട്ടിങ്ങിന് വന്നിട്ടാണ്. പക്ഷെ പാലക്കാട് സെറ്റിൽ ആവുന്നുള്ള അങ്ങനെയൊന്നൊരു ആലോചനയില്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒന്നും ചിന്തിച്ചിട്ടില്ല കേട്ടോ. ശരിക്കും പറഞ്ഞല്ലേ, അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. പക്ഷെ എനിക്കറിയാമായിരുന്നു നീ പാലക്കാട് സെറ്റിൽ ആവുന്നു. ആണോ? അറിയായിരുന്നു, എല്ലാം മുൻകൂട്ടി കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ ഞാൻ വിളിച്ചത്. നിന്റെ സിനിമ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു നിന്നെ ഇവിടെ കൊണ്ടുവന്നു, നീ എന്താണ് പാലക്കാട്. ഇല്ലില്ല, ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു. സൗഹൃദത്തിൽ നിന്നും വഴിതിരിഞ്ഞു വന്ന പ്രണയവും, പ്രണയത്തിൽ നിന്ന് തിരിഞ്ഞ്
ഒരു വാശിപ്പുറത്ത് വന്ന കല്യാണമാണ്. ആണ് പ്രണയത്തിൽ എന്ന് വെച്ചാൽ നമ്മളെന്ന് വെച്ചാൽ അപ്പോഴൊന്നും പെട്ടെന്ന് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചില്ല. പെട്ടെന്ന് കല്യാണം കഴിക്കാൻ ഞങ്ങള് തീരുമാനിച്ചിട്ടില്ല. ഞങ്ങളിതൊരു രസമല്ലേ. അന്നത്തെ കാലത്ത് പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈലില്ല, നമുക്ക് മറ്റുള്ള സൗകര്യങ്ങളില്ല, ഒന്നുമില്ല. അപ്പൊ മൊബൈൽ വന്ന സമയം. പക്ഷെ അപ്പൊ അത് ഇൻകമിങ് ഔട്ട് ഗോയിങ് പൈസയാണ്. ഇത്രയും പൈസ കൊടുത്ത് പ്രണയിക്കാനുള്ള പൈസയൊന്നും അന്ന് ഉണ്ടായിരുന്നു. പക്ഷെ ഈ പറയുന്ന രീതിയിൽ എപ്പോഴെങ്കിലും വിളിക്കുന്ന ഒരു കോളോ കാര്യങ്ങളോ നല്ല കുറേ സംസാരിക്കും. അപ്പൊ അങ്ങനെ കിട്ടുന്ന സമയങ്ങളിലുള്ള സംസാരം മാത്രമല്ല, അതിനൊരു സുഖമുണ്ടായിരുന്നു. അപ്പൊ നമ്മളത് കുറെ മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു. പക്ഷെ വീട്ടിൽ പിടിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എല്ലാ സ്ഥലത്തും ബ്ലോക്കായി. അന്ന് പിന്നെ കാണാനോ സൗകര്യങ്ങളോ ഇന്നത്തെ പോലെ ഒരു വീഡിയോ കോളോ ഒന്നുമില്ലല്ലോ. അപ്പൊ ആ ഒരു നമുക്ക് ഉണ്ടാവുന്ന ഒരു ഇതുണ്ടാവുമല്ലോ. നമുക്ക് ഇപ്പോൾ ഒരു സംഭവം വേണ്ടെന്ന് പറയുമ്പോൾ അത് വേണമെന്ന് ഉള്ളൊരു വാശിയുണ്ട്. അപ്പൊ ആ സമയം എന്ന് വെച്ചാൽ എനിക്ക് 24 വയസ്സ്, 21 വയസ്സ്. ആ ഒരു പ്രായത്തില് നമ്മള് ഒളിച്ചോടാൻ തീരുമാനിക്കുന്ന. അപ്പൊ ഒളിച്ചോടാൻ തീരുമാനിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എന്നും കാണാൻ വേണ്ടി. അല്ലെങ്കിൽ ഈ പറയുന്ന ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ. നമ്മൾ ലൈഫിൽ പിന്നെ ഒരുമിച്ചിട്ടാണുള്ളത്. അന്ന് സിനിമയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഹീറോയിൻ. അപ്പൊ ആ സമയത്ത് ഇങ്ങനെയൊക്കെ പോകുമ്പോഴത്തേക്ക് ഫുൾ ഇൻഡസ്ട്രിയിൽ എന്തായിരിക്കും അപ്പൊ ചർച്ചയൊക്കെ? ഇൻഡസ്ട്രിയിൽ ഭയങ്കര എന്നെ പ്രാഗിയിട്ടുണ്ടാവും. കാരണം വെച്ചാൽ അവള് ആ സമയത്ത് സീരിയല് സമയം ഭയങ്കര ഹിറ്റാണ് ആ സമയത്ത്. അപ്പൊ ഞാനും സീരിയൽസും സിനിമയൊക്കെ ആയിട്ടുണ്ടെങ്കിലും കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഹീറോയിൻ ലൈനിൽ ബിസി ആയിട്ടുള്ള പുള്ളിക്കാരത്തിയായിരുന്നു. സമയം എന്നുള്ള നന്നായിട്ട് പോകുന്നൊരു സീരിയലായിരുന്നു. അപ്പോൾ സീരിയൽ തീ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവളെ കൊണ്ടുപോയതിൻ്റെ മൊത്തം ആൾക്കാരുടെ ഇതും എനിക്ക് കിട്ടിയത്. അങ്ങനെ ആൾക്കാരെ എല്ലാം വിളിച്ചിട്ട് അവർ വിളിച്ചതെന്ന് വെച്ചാൽ അവളെ സീരിയൽ കംപ്ലീറ്റ് ചെയ്യാൻ. ഞാൻ കഴിഞ്ഞ് സീരിയലിൽ കുറച്ചാൾ പോയി, വീണ്ടും അഭിനയിക്കാൻ വേണ്ടി കുറച്ചാളും കൂടെ പോയി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷേ അവർ നമ്മളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നില്ല. നമ്മൾ ഫാമിലി ഒന്നാവണം, ഞങ്ങൾ ഒരുമിച്ച് മുന്നോട്ട് ലൈഫിൽ മുന്നോട്ട് പോകണം, അതൊന്നും അവരുടെ പ്രശ്നമല്ല. അവർക്ക് ഷൂട്ടിംഗ് മാത്രം മതിയായി. അതുകൊണ്ട് പിന്നെ നമ്മൾ കുറച്ചായിട്ട് നിർത്തി. അതിനുശേഷം പടങ്ങളും കംപ്ലീറ്റ്. എനിക്കൊന്ന് കല്ലുകൊണ്ടൊരു പെണ്ണെന്നുള്ള മൂവി അതിനുശേഷം ചേച്ചി ഈ പറയുന്ന പോലെ ഒളിച്ചോട്ടം എന്നൊക്കെ ആ സമയത്തൊക്കെ സിനിമയിലൊക്കെ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. റിയൽ ലൈഫിൽ ഞാൻ ഒളിച്ചോടാൻ പോവാ ആ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്ക് ഇപ്പോഴും ആ ഹാർട്ട് ബീറ്റ് കാണുമല്ലോ. ആ ഒരു സംഭവം ഇപ്പൊ ആലോചിക്കുമ്പോ അതെങ്ങനെ സംഭവിച്ചു എന്ന് അറിയില്ല. അത്ര ആ സമയത്തൊരു ടെൻഷൻ അത് ഇപ്പോഴും മനസ്സിലാവുന്നില്ല അല്ലേ എങ്ങനെ ഇറങ്ങി പോയി എന്നൊന്നും. സത്യം അതൊരു പൊട്ടതൈര് എന്നൊക്കെ പറയില്ലേ, അതായിരിക്കാം. എന്ന് വെച്ചാല് അല്ലാണ്ടൊരു പൊട്ടതൈര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അമിതമായിട്ടുള്ള ഒരാളുടെ കൂടെ ജീവിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട്. അതെ അതെ. എന്ന് വെച്ചാൽ ഷാർട്ടിന് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുകയാണ് അവർ. അതാണ് അതിന്റെ കറക്റ്റ് വാക്ക്. നമ്മൾ ഈ വാശി പിടിച്ചിരിക്കുമ്പോൾ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ആക്ച്വലി ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോകുന്ന സമയത്ത് നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യാൻ പാടില്ല, നമ്മൾ ഇരിക്കുന്ന സമയത്ത് സംസാരിക്കാൻ പാടില്ല. അല്ല നല്ലതായിരുന്നു. അതല്ല, നമ്മൾ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോകുമ്പോൾ ഒരു വണ്ടിയിൽ അപ്പൊ അത് പാടില്ല എന്നുള്ള അവർക്ക് വീട്ടുകാർക്ക് ഉണ്ടാവുമല്ലോ അവരുടെ മകളെ കുറിച്ച്. അപ്പൊ ഞാനുമായിട്ട് അടുപ്പമുണ്ടെന്ന് അറിയുമ്പോൾ തീർച്ചയായിട്ടും എന്നെ അകറ്റി നിർത്താൻ ശ്രമിക്കും. അപ്പൊ ആ ശ്രമം ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള വാശി കയറാം. അപ്പൊ ഞങ്ങൾ തമ്മിൽ സംസാരിക്കാൻ വേണ്ടി പല വഴികളിലൂടെ അല്ലെങ്കിൽ പല ആൾക്കാരിലൂടെയൊക്കെ ഫോൺ ചെയ്ത് നമ്മൾ ഹൈഡ് ചെയ്തുകൊണ്ടൊക്കെ സംസാരിക്കുന്നത് ഒരു വല്ലാത്തൊരു പിരിമുറുക്കാണ്. ആ സമയത്ത് വേറെ കോണ്ടാക്റ്റ് ഒന്നും ഇല്ലല്ലോ. പിന്നെ ഞാൻ പാലക്കാടാണ്, അവർ കൊച്ചിയിലാണ്. ഞങ്ങൾ മീറ്റ് ചെയ്യാനോ ഒന്നും സൗകര്യങ്ങളില്ല, ലൊക്കേഷൻ മാത്രമാണ്. അപ്പം നമുക്ക് വേണ്ടി സംസാരിക്കാൻ വേറെ ആരെങ്കിലൊക്കെ വരണം. സംസാരിക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഒരു ചെറിയ അവസരം ഒരുക്കാൻ പോലും പറ്റില്ല. കാരണം അവളുടെ അമ്മയും അച്ഛനും അപ്പൊ അമ്മയൊക്കെ എന്നെ കാണുമ്പോൾ എത്ര ഉണ്ടാവും. അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ പിന്നെ എങ്ങനെ പ്രണയം പറയും. പിന്നെ ഞാൻ പറയും ഒരു കാര്യം ചെയ്യും, നമുക്ക് ഒന്നുകിൽ ഈ പറയുന്ന ഡേറ്റ്, അപ്പം നമുക്ക് ഈ കല്യാണത്തിന്റെ മുഹൂർത്തമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഒരു മറ്റേ വലിയച്ഛൻ്റെ മോൻ്റെ മാരേജ് ഉണ്ട്. അപ്പൊ ആ ദിവസം എന്തായാലും മുഹൂർത്തം നല്ലതായിരിക്കുമല്ലോ, അങ്ങനെ ആയിരിക്കുമല്ലോ. അങ്ങനെ ഒരു ഒക്ടോബർ 27-ാം തീയതി ഞാൻ പറഞ്ഞു ഈ ദിവസം നമുക്ക് ഓൾറെഡി അന്നത്തെ മുഹൂർത്തം ഉള്ളതുകൊണ്ട്. അപ്പൊ എന്റെ അച്ഛനും അമ്മയൊക്കെ കല്യാണത്തിന് അവരെല്ലാം കല്യാണത്തിന് വരിക. അപ്പൊ ഞാൻ പോയി അവളെ വിളിച്ചിറക്കി. ആ മുഹൂർത്തത്തിൽ തന്നെ ഞങ്ങൾ എന്നോട് പറഞ്ഞു അല്ലെങ്കിൽ പിന്നെ നമുക്കത് വേണ്ട അങ്ങനെ പറഞ്ഞു. പക്ഷെ കുറച്ചുകൂടെ പറയണ്ടായിരുന്നു, കുറച്ചുകൂടെ അങ്ങ് നീണ്ടുപോയിരുന്നെങ്കിൽ രസമായിരുന്നു. അത് പക്ഷെ അങ്ങനെ ഒരു ആ പറഞ്ഞ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദിവസങ്ങൾ ഞാൻ എങ്ങനെ ജീവിച്ചു എന്നുള്ള എനിക്കറിയില്ല. എന്ന് വെച്ചാൽ ഒരു പ്ലാനിങ്ങും ഇല്ല, എങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. എന്തായാലും എന്താ രാജകുമാരനെ കിട്ടിയത്. അയ്യോ ഇതൊക്കെ കേൾക്കണ്ടല്ലോ. ഈ രാജകുമാരന്റെ ഇങ്ങനെ അല്ല, ഈ രാജകുമാരനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവൾ അത്യാവശ്യം നല്ല സൗകര്യത്തിൽ ജീവിച്ച
എൻ്റെ പിന്നെ രാജകൊട്ടാരെന്ന് പറഞ്ഞാൽ 4 കമ്പും ഒരു ടാർപോളിലുള്ള വീടെന്നുള്ള രീതിയിൽ ഞങ്ങളുടെ കുഞ്ഞു വീടായിരുന്നു, ഒരു പഴയ ഓടിട്ട വീടും, സൗകര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അപ്പം അവിടത്തേക്ക് ഒരാൾ വരുമ്പോൾ ഇതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും എന്നുള്ള രീതിയായിരുന്നു. അപ്പം ഞങ്ങൾ ചിലപ്പോൾ ഫോണിൽ സംസാരിക്കുമ്പോൾ ഇവളെപ്പോഴും പറയുക, ഫോണിൽ സംസാരിക്കുമ്പോൾ പാട്ട് കേൾക്കും, ഭയങ്കര ക്ലാരിറ്റിയാണ് പാട്ട്. ഒരു കുഞ്ഞ് ടൈപ്പ് റെക്കോർഡറാണ്. പക്ഷെ ഇവള് വിചാരിച്ചു മറ്റേ പുതിയ സിസ്റ്റത്തിന്റെ പുതിയ സിസ്റ്റം ഇല്ല, വലിയ ബോസിന്റെ പറയുന്ന രീതിയിൽ മിനിമം ഒരു 25,000 വാട്ട്സിന്റെ സൗണ്ട് വീടിന്റെ ഹാളിൽ വെച്ചിട്ടുള്ള വീടാണെന്ന് വിചാരിച്ചു. വീടല്ല, വീട് ഞാൻ കാണിച്ചു കൊടുത്തു അതിന് മുമ്പേ. അങ്ങനെ ഞാൻ ചതിച്ചിട്ടില്ല, ഞാൻ ചീറ്റ് ചെയ്തിട്ടില്ല. വീട് ആദ്യമേ ഷൂട്ടിങ്ങിന് മുമ്പ് ഞാൻ കാണിച്ചു കൊടുത്തു. അതൊക്കെ. പക്ഷേ ഈ മ്യൂസിക് സിസ്റ്റം ഇവള് വിചാരിച്ചത് വെച്ചാൽ ഒരു രക്ഷയുണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ബാക്കിൽ ചെറിയൊരു സംഗീതം വരുമ്പോൾ ഇവള് വിചാരിക്കുന്നു, നമ്മള് വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ ഒരു മൂട്ട ചെറിയ ഞാൻ പറയാം, ഇതിലായിരുന്നു നീ ഇത്രയും കാലം ഈ പാട്ടൊക്കെ ശരിക്കും പറഞ്ഞാല് ആളെല്ലാം പക്ഷെ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ എനിക്ക് പാലക്കാട് ലൈഫ് ഇഷ്ടമായിരുന്നു. എല്ലാം അഡ്ജസ്റ്റ് ചെയ്തു. അന്ന് ഇപ്പൊ ഈ പറയുന്ന രീതി ആക്ച്വലി എനിക്ക് എല്ലാം പുതിയതായിരുന്നു. തുറന്ന് പറയാ, ഓപ്പൺ ആയിട്ട് പറയാലോ നമുക്ക്. ഈ പറയുന്ന ആക്ച്വലി വാഷിംഗ് മെഷീൻ പോലും ഇല്ലായിരുന്നു അന്ന്. വാഷിംഗ് മെഷീനൊക്കെ പുതിയ ഒന്ന് വന്ന സമയം ആയിരിക്കാം, പക്ഷെ ആണെങ്കിലും അതൊന്നും ഇല്ലായിരുന്നു. ചേച്ചിയുടെ വീട്ടിലാണെങ്കിൽ ഇതെല്ലാം ഉണ്ട് താനും. അവളുടെ വീട്ടിലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ പറയുന്ന രീതി അത്യാവശ്യം ഒരു കുഞ്ഞു വീട്ടിലുണ്ടാകുന്ന സൗകര്യങ്ങളേ ഉള്ളൂ. പക്ഷെ അതിലെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു. അവിടെ നിന്ന് എൻ്റെ കുഞ്ഞിനെ പ്രസവിച്ചു. കാലങ്ങൾ മുഴുവൻ നമ്മൾ ആ വീട്ടിൽ നിന്ന് ഇവിടെ പുതിയ വീട് ഈ വീട്ടിലേക്ക് വരുന്നത് വരെയുള്ള എനിക്ക് തോന്നുന്നത്. പക്ഷെ അതൊരു വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ ലൈഫ്. 10 വർഷം ഇന്ന് ഞങ്ങൾ മിസ് ചെയ്യും ആ വീട്. ആ വീടും ആ ഇതൊക്കെ നമുക്ക് ഭയങ്കര മിസ്സിംഗ് ആണ്. ഏറ്റവും ഹാപ്പിനെസ് ആ വീട്ടിലായിരുന്നു. നിങ്ങളുടെ ഒരു ലൈഫിന്റെ തുടക്കകാലം അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് ജീവിച്ചു തുടങ്ങിയത് അവിടെയല്ലേ. അപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് പരിമിതികളുണ്ട്. മനസ്സിലായി. വെച്ചാൽ 2 പേര് ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ച് 2 പേരും ഫിനാൻഷ്യലി സെറ്റിൽഡ് ആയിട്ടില്ലേ. അപ്പൊ അത് അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വളരെ നമ്മൾ ഉറുമ്പ് കൂട്ടുന്ന പോലെ കുഞ്ഞു 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 അങ്ങനെയാ ജീവിച്ചത്. അല്ലാതെ ഒരു ബൾക്കായിട്ടൊരു പൈസയോ അല്ലെങ്കിൽ ആ ഒരു കരിയറിൽ എനിക്ക് പെട്ടെന്നൊരു അതായത് അവള് ആക്ച്വലി അഭിനയം നിർത്തി. ഞാൻ നിർത്തിയല്ലോ, ഇവള് നിർത്തി. അപ്പൊ ഞാൻ ഒറ്റയ്ക്കാണ്. ചേച്ചി നിർത്താനായിട്ട് അല്ല, അവളുടേതായ രീതിയിലേക്ക് മാരേജ് കഴിഞ്ഞ ഉടനെ ഡാൻസിന്റെ ഇതിലേക്ക് പോകാൻ വേണ്ടി വെറും 5-6 കുട്ടികളൊക്കെ വെച്ചുകൊണ്ട് അതൊക്കെ 2 വർഷം കഴിഞ്ഞ് തുടങ്ങിയത്. പക്ഷെ അത് വേണ്ടാന്ന് തീരുമാനിച്ച് ഞാൻ തന്നെയാണ്. കാരണം എന്താ അറിയോ, ഓട്ടം ആ 2 പേര് 2 ഭാഗത്താവും. ആ ഒരു കുറച്ച് കാലം കല്യാണം കഴിഞ്ഞ് കുറച്ച് കാലം ഞാൻ അഭിനയിച്ചല്ലോ. അപ്പൊ ആ സമയത്ത് അതിന്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാക്കി. അത് നമുക്ക് ഒരു ഫാമിലി ലൈഫിൽ എത്രത്തോളം എന്നെ കൊണ്ട് എത്രത്തോളം കൊണ്ടുപോകാൻ പറ്റുന്നു. അപ്പൊ അത് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടില്ല എന്നല്ല പറഞ്ഞത്. പക്ഷെ ആ സമയത്ത് എനിക്കത് ഭയങ്കര ഒരു ടെൻഷനായിട്ട് തോന്നി. അപ്പോൾ കുറേ സ്ട്രഗിൾ ചെയ്യണ്ട. പിന്നെ അന്ന് എനിക്ക് കാറൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു ടാക്സി വിളിച്ചാൽ പോകണം. 2 പേരും സെലിബ്രിറ്റിയാണ്. ഉദ്ഘാടനങ്ങളുണ്ടാകും, പലതും ഉണ്ടാകും, ഷോ പ്രോഗ്രാം ഉണ്ടാകും. അപ്പോൾ ഞങ്ങൾ ഒരു സ്ഥിരം ടാക്സിക്കാരനെ, അവന് ഭയങ്കര നല്ലതായിരുന്നു. കാരണം അവൻ്റെ ജീവിതം ധന്യമായി. കാരണം ഈ ടാക്സി എന്നും അവൾക്ക് അച്ഛനും അമ്മയും കാണേണ്ട സമയം പല പ്രാവശ്യം ഇടയ്ക്കിടയ്ക്ക് കാണണം എന്ന് പറയുമ്പോഴും നമ്മൾ ടാക്സിക്കേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ടാക്സിക്കോ അല്ലെങ്കിൽ ട്രെയിനോ അല്ലെങ്കിൽ പോകാൻ പറ്റില്ല. അപ്പോൾ ടാക്സി അന്ന് ഈ മാരേജ് കഴിഞ്ഞുകൊണ്ട് എല്ലാ യാത്രകളും ജസ്റ്റ് ടൗണിൽ പോകണമെങ്കിലും ഒക്കെ ഞങ്ങൾ അങ്ങനെ പോകണം. അപ്പോൾ അതിനൊക്കെ പൈസ വേണം. അപ്പോൾ അന്ന് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പുതിയ വീടിനെ കുറിച്ച് ചിന്തിക്കണം, സ്ഥലത്തെക്കുറിച്ച് ചിന്തിക്കണം, അങ്ങനെ സ്ഥലത്തെക്കുറിച്ച് ചിന്തിക്കണം. അതെല്ലാം ഇതിൻ്റെ പുറകിൽ വന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ഇത് ചെയ്തിട്ട് സ്ട്രഗ്ലിങ്ങിലൊക്കെ ഇപ്പൊ നോക്കുമ്പോഴും ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ. ഹാപ്പിനെസ് ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും നല്ല മൊമെന്റ്സ് അത് തന്നെയാണ്. ഞങ്ങൾ ആ വീട്ടിൽ താമസം 5 വർഷം. ആക്ച്വലി ആ ഫസ്റ്റിലെ 5 വർഷം ഭയങ്കര വീട്ടിൽ ഞങ്ങൾ ഇണക്കവും പിണക്കങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അടിയാവും, ഭയങ്കര അടിയാവും. ചിലപ്പോൾ ഇതോടുകൂടി ഞങ്ങൾ 2 പേരും ചിലപ്പോൾ ഇതോടുകൂടി പിരിഞ്ഞു പോവാം എന്നുള്ള രീതിയിലൊക്കെ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. പക്ഷെ ആ അടിയാണ് ഒരു പക്ഷേ നിന്ന് ഉണ്ടാകുന്ന ഒരു എല്ലാം ക്ഷമിക്കാനും സഹിക്കാനും നമ്മൾ ഇത് ചെയ്യാനും ഒക്കെ. ഇപ്പം പ്രഷർ എന്ന് പറയുന്നത് നമുക്ക് സാമ്പത്തികപരമായിട്ടുള്ള പ്രഷറും സ്ട്രഗിളും ആസ് ആൻ ആക്ടർ ഇപ്പോഴും ഉണ്ടാകും. ഇപ്പോഴും നമ്മൾ ഇരിക്കുന്ന സമയത്ത് പോവാം. അന്നൊരു കാലം ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഏറ്റവും ഹാപ്പിനെസ് അതാണെന്ന് പറയുമ്പോൾ ഇന്നും അത് തന്നെയാണ്. ഇന്നും നമ്മൾ എല്ലാ കാര്യങ്ങളും എല്ലാ മാസവും നമ്മളൊരു ടാർഗറ്റുണ്ട് നമുക്ക് എത്തിക്കാനുള്ള സംഭവം. അന്ന് ജീവിച്ചതിൽ വെച്ച് കുറച്ചുകൂടെ മെച്ചപ്പെട്ട സൗകര്യങ്ങളിലേക്ക് നമ്മൾ മാറി. നമുക്ക് കാറോ കാര്യങ്ങളോ സൗകര്യങ്ങളോ മക്കൾക്ക് പഠിപ്പിക്കാനോ എല്ലാ കാര്യങ്ങളും നമ്മൾ നടക്കുന്നുണ്ട്. എങ്കിലും ഒരു ആക്ടറിന് എന്നും സ്ട്രഗിൾ തന്നെയാണ്. അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ, ഉയരങ്ങളിലേക്ക് പോകാനല്ല, മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വലിയ പാടാണ് കലാകാരന്. അവൻ എന്ന് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ച് വയ്ക്കണം. കാരണം ഇന്ന് വാങ്ങിച്ച വണ്ടി ഇതാണെങ്കിൽ നാളെ
അതിന് മുകളിലേക്കല്ലാതെ അതിന് താഴെ ഒരു വണ്ടി വാങ്ങിയാൽ അവൻ പൊളിഞ്ഞെന്ന് പറയും. പൊളിഞ്ഞെന്ന് പറയും. അത് പബ്ലിക്കിനെ നമ്മൾ ബോധർ ചെയ്യണ്ട. അയാൾ എന്ത് വിചാരിക്കും എന്നുള്ളിടത്താണല്ലോ എല്ലാവരുടെയും പ്രശ്നങ്ങൾ നടക്കുന്നത്. അതില്ല എങ്കിൽ നമ്മൾ ഒരു താഴോട്ട് പോകുമ്പോൾ വല്ലാതെ പറയും ഇപ്പോൾ വർക്കൊന്നുമില്ലല്ലേ, അത് ഇല്ലല്ലേ എന്ന് കേൾക്കാനാണ് അവർക്കിഷ്ടം പലർക്കും. നിങ്ങൾക്ക് വർക്കില്ലല്ലോ, ഇപ്പോൾ ഒന്നും കാണാറില്ല. ഒരു കലാകാരൻ്റെ ഉള്ളിൽ എത്രത്തോളം പെയിൻഫുൾ ആയിരിക്കും എന്നുള്ളത് അവർക്ക് മനസ്സിലാവില്ല. അതൊരു വല്ലാത്ത പെയിൻഫുള്ളാണ്. നമ്മൾ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോഴും അതിൻ്റെ ഇടയിൽ വന്ന് ചോദിക്കും ഒന്നും കാണാറില്ലല്ലോ, ഇപ്പോൾ സിനിമയൊന്നുമില്ല, കാണാറില്ല എന്നൊക്കെ പറയുമ്പോഴേ ഭയങ്കര നമുക്ക് വേദനയാണ്. കാരണം വെച്ചാൽ ഒരാൾ ചെയ്യുമ്പോൾ നമ്മുടെ ജോലി അതാണ്. ചിലപ്പോൾ 10-50 ദിവസങ്ങൾ ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ വീട്ടിൽ വന്ന് കയറുക. അപ്പോഴും കയറി വരെ പറയും ഒന്നും കാണുന്നില്ല, ഇപ്പം എന്നോട് ചോദിക്കും ഷാജുന് വേറെ എന്താ വരുമാനം, അങ്ങനെ ചോദിക്കും. എന്നോട് ഇപ്പോഴും ചോദിക്കും പൈസയൊക്കെ കിട്ടി തുടങ്ങിയോ ചോദിക്കും. അപ്പോൾ ഞാൻ പറയും ഇപ്പോഴൊക്കെ അത്യാവശ്യം കുറച്ച് കിട്ടുന്നുണ്ട്. നമ്മളപ്പോഴും നമ്മളൊരു വലിയ ആക്ടറിലേക്കോ ഒരു ഹൈപ്പിലേക്കോ ഒരു വലിയ ഫണ്ട് നമ്മൾ ഡിമാൻഡ് ചെയ്യാൻ പറ്റുന്നതിലേക്ക് നമ്മൾ വളർന്നിട്ടില്ല. പക്ഷെ എൻ്റെ ഏറ്റവും വലിയ കരിയറിലെ ഏറ്റവും വലിയ അഭിമാനം എന്ന് പറയുന്നത് സ്റ്റിൽ 31 years ഇവിടെ ഇതേപോലെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. അതെ, അത് വലിയ കാര്യമല്ലേ. ഒരുപാട് പേർക്ക് അത് പറ്റാറില്ല. സർവൈവ് ചെയ്യാൻ വലിയ പാടാണ്. ചിലരെങ്കിലും പറയുമല്ലോ, അതായത് നമ്മൾ എപ്പോഴും നമ്മളെക്കാളും മുകളിലുള്ളവരെ നോക്കാണ്ട് താഴെയുള്ളവരെ നോക്കുമ്പോൾ അതാണ് ഞാൻ ഏറ്റവും ഹാപ്പി അല്ലേ ഞാൻ എന്ന് വെച്ചാൽ എൻ്റെ കൂടെയുള്ള മ്യൂക്രിയിൽ വന്ന് എത്ര പേരുണ്ടായിരുന്നു, എത്ര പേരുന്നുണ്ട്, എൻ്റെ കൂടെ സഞ്ചരിക്കുന്നവരുണ്ട്, എൻ്റെ കൂടെ എവിടെ എത്താത്ത ആൾക്കാരുണ്ട്. നമുക്കത് വിഷമമുണ്ട്. അപ്പോൾ ഒരാൾ കയറി വരുമ്പോൾ നമുക്ക് ആ ഒരു ലൈനിൽ നമുക്ക് വരണം. എല്ലാവരും എനിക്കൊരു വർക്ക് കിട്ടുമ്പോൾ, എനിക്ക് വർക്ക് ഉണ്ടായിരിക്കുമ്പോൾ അവനും കൂടെ വർക്ക് കിട്ടണമെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. എനിക്ക് വർക്ക് ഇല്ലെങ്കിൽ അവന് വർക്ക് കിട്ടുമ്പോൾ എനിക്കൊരു വേദനയുണ്ട് വരാറുണ്ട്. എന്ന് വെച്ചാൽ അയ്യോ എനിക്കില്ലല്ലോ എന്നുള്ള വിഷമമുണ്ട്. കുശുമ്പല്ല, അതൊരു വേദന, പെയിനാണ്. അയ്യോ എനിക്കും കൂടെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് പറയും. അപ്പം അങ്ങനെയാണ് മിമിക്രിയിൽ എൻ്റെ ഒരു കരിയറിൽ ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്നവരുണ്ട്, നമുക്കറിയാം. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. Oxygen, the smartphone expert. Make every wedding unforgettable. Joya Lucas, world's favorite jeweler.